ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോളിയൂംസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നോവലാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. 2023 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച JR ഇന്ദുഗോപൻ എഴുതിയ മർഡർ ഇൻ മദ്രാസ്. മദ്രാസ് നഗരത്തിൽ നടന്ന 3 കുപ്രസിദ്ധമായ കൊലപാതകങ്ങളെക്കുറിച്ചാണ് ഈ ചെറിയ പുസ്തകം പറയുന്നത്. കേരളം രൂപീകരിക്കുന്നതിന് മുൻപുള്ള കഥകൾ, മലബാർ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന കാലത്ത് നടന്ന കഥകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് എഴുത്തുകാരൻ തന്റെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത കഥകളല്ല കേട്ടോ. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളോട് കൂടെ എഴുത്തുകാരൻ തന്റെ ഭാവനയും കൂടെ ചേർത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു നോവലാണ്. ഇതിൽ പറയുന്ന 3 കഥകൾ: അളവന്തർ വധം, ക്ലെമൻ ഡെലഹേ വധം, അതുപോലെ ലക്ഷ്മികാന്തൻ വധം. ഇനി നമുക്ക് നേരെ നോവലിലോട്ട് പോയാലോ. അളവന്തർ വധമാണ് ആദ്യം തന്നെ പറയുന്നത്. 1962 ഓഗസ്റ്റ് 28 ഒരു സംഭവം നടക്കുന്നു. മദ്രാസ് പട്ടണത്തിലാണ്. അവിടെ ഒരു പാർക്ക് വൃത്തിയാക്കാൻ വന്ന ഒരു തോട്ടക്കാരന് ചെടികൾക്കിടയിൽ നിന്നും ഒരു കത്തി ലഭിക്കുന്നു. വെറും കത്തിയല്ല, അത് കാണാൻ ഒരു കറിക്കത്തി പോലെയാണ്. അയാളാവട്ടെ നല്ല മൂർച്ചയുള്ളൊരു കത്തി ആയതുകൊണ്ട് തന്നെ അത് തൻ്റെ കാമുകിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരാവട്ടെ അത് അടുക്കളയിൽ ഉപയോഗിക്കാനും തുടങ്ങി. ഈ സംഭവത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കാമുകൻ തൻ്റെ കാമുകിയുടെ വീട്ടിൽ എത്തുകയാണ്. വാതിൽ തുറന്ന് അവർ കണ്ടത് തൻ്റെ കാമുകനും ഒപ്പം കുറച്ച് പോലീസുകാരും. ഞെട്ടിപ്പോയ കാമുകിയോട് ആ കാമുകൻ പറയുകയാണ്, നീ വേഗം ആ കത്തി എടുത്തോണ്ട് വാ, അത് ഒരാളുടെ തലയറുത്ത കത്തിയാ. ഇത് കേട്ട് ഭയന്നു പോയ അവർ ആ കത്തി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അയാൾക്ക് ആ കത്തി കിട്ടിയ ഓഗസ്റ്റ് 28 തന്നെ മദ്രാസിന്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സംഭവം നടക്കുന്നു. മദ്രാസിലെ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമേശ്വരം ധനുഷ്കോടിയിലേക്ക് പോകുന്ന ഒരു തീവണ്ടി. അതിന്റെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്നും വല്ലാത്ത ഒരു ദുർഗന്ധം വരികയാണ്. യാത്രക്കാർക്ക് സഹിക്കാനേ കഴിയുന്നില്ല. അവർ അവിടെയൊക്കെ തിരയാൻ തുടങ്ങി എവിടുന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന്. അപ്പോൾ അവർക്ക് ഒരു സീറ്റിന്റെ അടിയിൽ നിന്നും ഒരു പച്ച നിറമുള്ള ഒരു ട്രങ്ക് പെട്ടി കിട്ടുന്നു. അതിനുള്ളിൽ നിന്നും എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നുമുണ്ട്. ഈ പെട്ടി ആരുടേതാണ് എന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരമൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കെ ആ തീവണ്ടി ഓടി പിറ്റേന്ന് രാവിലെ ഓഗസ്റ്റ് 29 മാനാമധുരൈ സ്റ്റേഷനിൽ എത്തുകയാണ്. യാത്രക്കാർ പരാതി പറഞ്ഞതനുസരിച്ച് TTR റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ പോലീസുകാരും മാനാമധുരൈ സ്റ്റേഷൻ മാസ്റ്ററും അവിടെ എത്തുകയാണ്. ആ ട്രങ്ക് പെട്ടി പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി പോലീസ് അത് തുറന്നു നോക്കാൻ തുടങ്ങുന്നു. തുറന്നു നോക്കിയ അവർ കണ്ടതാവട്ടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച. നഗ്നമായ ഒരു പുരുഷന്റെ ശരീരം. ആ ശരീരത്തിന്റെ കൈകാലുകൾ വെട്ടിമാറ്റി പെട്ടിക്കുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ തലയില്ല. പോലീസുകാർ ആ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇന്നത്തെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത് നെഞ്ചിന്റെ ഇടതുവശത്ത് 1ലധികം കുത്തുകൊണ്ടതായി കാണാം. കാലിൽ പച്ച നിറത്തിലുള്ള ഒരു സോക്സ് ഉണ്ട്. ജനനേന്ദ്രിയത്തിന്റെ അഗ്രചർമ്മം മാറ്റിയ നിലയിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഡോക്ടർ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. അതായത് ഈ മരിച്ച വ്യക്തി ആരായാലും അയാൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. 26 വയസ്സുണ്ടാവുമെന്നാണ് ഒരു നിഗമനം. അന്നത്തെ സംവിധാനങ്ങൾ വെച്ച് തലയില്ലാത്ത ആ ശരീരത്തിൽ നിന്ന് ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ നിഗമനങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയുന്നുമുണ്ട്. അന്നത്തെ ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങിയെങ്കിലും അത് വീണ്ടും ഒന്നും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത അതേ ഡോക്ടറായ ഡോക്ടർ കൃഷ്ണസ്വാമി പോലീസിനോട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഇതേ സമയം മദ്രാസ് പട്ടണത്തിലെ മറ്റൊരു സ്ഥലത്ത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന പരാതിയുമായി അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസത്തെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നഗരത്തിലെ കച്ചവടക്കാരനെ കാണാനില്ല എന്ന പേരിൽ ഒരു വാർത്ത അച്ചടിച്ചു വരുന്നുമുണ്ട്. പക്ഷേ ചെറിയൊരു കോളത്തിൽ കൊടുത്തത് കൊണ്ട് തന്നെ ആരും അധികം ശ്രദ്ധിക്കുന്നില്ല.
ഏതായാലും ഇൻസ്പെക്ടർ രാമനാഥ അയ്യർ ഈ സംഭവത്തെ ആസ്പദമാക്കി അന്വേഷണം തുടങ്ങി. മദ്രാസിലെ ചൈന ബസാറിൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണ് ഈ കാണാതായ അളവന്തർ. അദ്ദേഹത്തിന് പ്രായം 42 വയസ്സ്. കാണാതായ ദിവസം സെമഡി റോഡിന്റെ പരിസരത്ത് അളവന്തരെ കണ്ടതായിട്ട് പലരും പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 30-നാണ് അളവന്തരെ കാണാതെയാവുന്നത്. അളവന്തരെ കണ്ടു എന്ന് പറയുന്ന ആ സെമഡി റോഡിലുള്ള 62-ാം നമ്പർ വീട്ടിലേക്ക് അയാൾ പോകുന്നതായിട്ട് ആളുകൾ കണ്ടിരുന്നു. ആ 62-ാം നമ്പർ വീട്ടിൽ താമസിക്കുന്നത് മലയാളി ദമ്പതികളാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസം മാത്രമായിട്ടുള്ള ഒരു പ്രഭാകര മേനോനും ദേവകി മേനോനും. ആ വീടിന്റെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിൽ ആയിരുന്നതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ ബലം പ്രയോഗിച്ച് ആ വാതിൽ തുറക്കുന്നു. വീട് പരിശോധിച്ച ഇൻസ്പെക്ടർ ആ വീടിന്റെ അടുക്കളയുടെ ചുമരിൽ രക്തക്കറ കാണുന്നുണ്ട്. വീട് പരിശോധിച്ച് പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ അവിടെ കണ്ട ഒരു റിക്ഷാക്കാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിക്കുന്നു. ആ വീട്ടുടമസ്ഥനായ പ്രഭാകര മേനോൻ മത്തങ്ങ പോലെ തോന്നിക്കുന്ന എന്തോ ഒരു പൊതിയുമായി തന്റെ റിക്ഷയിൽ കയറി എന്നും ആ പൊതി റോയപുരം ബീച്ചിലെ ഒരു ഭാഗത്ത് കടലിൽ വലിച്ചെറിഞ്ഞതായിട്ടും ആ റിക്ഷാക്കാരൻ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോയപുരം ബീച്ച് പരിശോധിക്കാനായിട്ട് ജയരാമൻ എന്നൊരു പോലീസുകാരനെ ഇൻസ്പെക്ടർ അയക്കുന്നു. വൈകുന്നേരം 4 മണിയോടടുപ്പിച്ച് റോയപുരം ബീച്ചിലെത്തിയ ജയരാമൻ ആ കാഴ്ച കാണുന്നു. ഒരു പൊതി കടൽ തീരത്തേക്ക് ഉരുണ്ട് കയറി വരുന്നു. ആ പൊതിക്കുള്ളിൽ നിന്നും തലമുടി പോലെ തോന്നിപ്പിക്കുന്ന എന്തോ പുറത്തേക്ക് കിടക്കുന്നു. അടുത്തു ചെന്ന് നോക്കിയ ജയരാമൻ കാണുന്നത് കാപ്പിപ്പൊടി നിറത്തിലുള്ള ഒരു ഷർട്ടിൽ പൊതിഞ്ഞ ഒരു തലയാണ്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ആ തല അളവന്തരുടെ ഭാര്യയെ കാണിച്ചപ്പോൾ അവർ അത് തിരിച്ചറിയുന്നുണ്ട്, അത് തന്റെ ഭർത്താവിന്റെ തലയാണെന്ന്. പക്ഷേ അത് പോരല്ലോ, അന്ന് കിട്ടിയ ആ ഡെഡ് ബോഡിയും ഈ തലയും ഒരാളുടെ ആണെന്ന് തെളിയിക്കണ്ടേ? അത് തെളിയിക്കാനുള്ള ആ കർത്തവ്യം ഇന്ത്യൻ ഫോറൻസിക് മെഡിസിന്റെ തലതൊട്ടപ്പനായി കാണുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണയെയാണ് ഏൽപ്പിച്ചത്. ഇങ്ങനെ പരിശോധിക്കുന്ന അദ്ദേഹം ആ ബോഡിയും തലയും അളവന്തരുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. വലത് ചെവിയിൽ 2 സ്ഥലത്തായിട്ട് കാത് കുത്തിയിട്ടുണ്ട്, ഇടത് ചെവിയിൽ ഒരു സ്ഥലത്തും. അരയിൽ ഒരു ചരടുമുണ്ടായിരുന്നു. ഇതെല്ലാം അളവന്തരുടെ ഭാര്യ തിരിച്ചറിയുന്നുണ്ട്. മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം കൊണ്ടാണ് തല വേർപെടുത്തിയതെന്ന് അതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാർ കണ്ടുപിടിക്കേണ്ടത് കൊല്ലപ്പെട്ട അളവന്തർ എന്തിനാണ് ഈ മലയാളി ദമ്പതിമാരുടെ വീട്ടിലേക്ക് വരുന്നത്? ശരിക്കും അയാൾ ആരാണ്? മദ്രാസിനടുത്തുള്ള ആവടിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ സബ് ഡിവിഷണൽ ഓഫീസർ ആയിരുന്നു അളവന്തർ. മിലിറ്ററി റെക്കോർഡ്സിൽ നിന്നും അളവന്തരുടെ ഫിംഗർ പ്രിന്റ്സും പോലീസുകാർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ശേഷമാണ് അളവന്തർ മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ആയിട്ട് കച്ചവടം ആരംഭിക്കുന്നത്. മുൻപ് പറഞ്ഞ ചൈന ബസാറിലുള്ള ആ പേനാക്കടയുടെ ഉടമയായ കണ്ണൻ ചെട്ടിയാണ് തന്റെ കടയുടെ മുൻഭാഗം അളവന്തർക്ക് കച്ചവടം ചെയ്യാനായി വിട്ടു നൽകുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വീട്ടുപകരണങ്ങളാണ് അളവന്തർ കച്ചവടം ചെയ്തിരുന്നത്. ഇവിടെ എഴുത്തുകാരൻ അളവന്തർ വധക്കേസിനെ കുറിച്ച് എഴുതിയ മറ്റു ബുക്കുകളിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പറയുന്നത് അളവന്തർ സ്ത്രീ വിഷയത്തിൽ വളരെ തൽപരനായിരുന്നുവെന്നും YMCAയിൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന അളവന്തർ അവിടെ എത്തുന്ന സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിക്കാറുണ്ടായിരുന്നുവെന്നുമാണ്. അന്നത്തെ കാലത്ത് ഒരുവിധം പണമുള്ളവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫൗണ്ടൻ പേന ഈ അളവന്തർ ആ പേനാക്കടക്കാരനായ കണ്ണൻ ചെട്ടിയുടെ കടയിൽ നിന്നും വാങ്ങി അടുപ്പത്തിലാവുന്ന തന്റെ വലയിൽ വീഴുന്ന സ്ത്രീകൾക്ക് സമ്മാനിച്ചിരുന്നു. ഈ സ്ത്രീകളുമായി ലോഡ്ജിൽ പോകുന്നതും അവരുമായി സമയം ചെലവഴിക്കുന്നതുമെല്ലാം അളവന്തറുടെ ഒരു നേരം പോക്കായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ പണം ചിലവാക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായി അത്ര നല്ല നിലയിൽ ആയിരുന്നില്ല അളവന്തർ. ഇങ്ങനെ അളവന്തർ പരിചയപ്പെട്ട സ്ത്രീകളിൽ ഒരാളായിരുന്നു ദേവകി മേനോൻ. ഇതേ സമയം അളവന്തർക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു താനും. കണ്ണൻ ചെട്ടിയുടെ പേനാക്കടയുടെ കാര്യം മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചല്ലോ. ഇന്നും ചെന്നൈയിൽ നിലനിൽക്കുന്ന ആ കടയുടെ മുൻപിൽ വെച്ചാണ് ആദ്യമായി അളവന്തർ ഈ ദേവകി മേനോനെ പരിചയപ്പെടുന്നത്. ഫൗണ്ടൻ പേന വാങ്ങാനായിരുന്നു ദേവകി മേനോൻ ചൈന ബസാറിൽ എത്തുന്നത്. അന്ന് 20-നടുത്താണ് ദേവകി മേനോന്റെ പ്രായം.
ഹിന്ദി ട്യൂഷനും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലപ്പോഴായി അവിടെ വരുന്ന ദേവകി അളവന്തറെ പരിചയപ്പെടുന്നു. ഇതിനിടയിലാണ് 1952 ജൂണിൽ ദേവകിയുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെയാണ് ദേവകി മേനോനും ഭർത്താവ് പ്രഭാകര മേനോനും യൂസഫ് മുഹമ്മദ് എന്ന ആളുടെ 62 നമ്പർ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിക്കുന്നത്. ഈ ദമ്പതിമാരുടെ കാര്യം കഥയുടെ ആദ്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇവരുടെ വീട്ടിലേക്കാണ് ആ ഇൻസ്പെക്ടർ വരുന്നതും ചുമരിൽ രക്തക്കറ കാണുന്നതും. ഇനി ദേവകിയിലേക്കും അളവന്തറിലേക്കും തന്നെ തിരിച്ചു വരാം. പത്രപ്രവർത്തകനായ പ്രഭാകര മേനോൻ ഫ്രീഡം എന്ന പേരിൽ സ്വന്തമായി ഒരു ചെറിയ പത്രം നടത്തുന്നുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ പത്രത്തിലേക്ക് പരസ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരത്തിൽ ഒരു വലിയ ഫ്രണ്ട് സർക്കിളുള്ള അളവന്തറെ ദേവകി സമീപിക്കുന്നത്. അളവന്തറാവട്ടെ ഇതൊരു അവസരമായി കണ്ടു. സഹായം വാഗ്ദാനം ചെയ്ത അളവന്തർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കായിട്ട് മെർക്കന്റൈൽ ഹോട്ടലിൽ എത്താനായിട്ട് ദേവകിയോട് ആവശ്യപ്പെട്ടു. അവിടെ എത്തിയ ദേവകി ആവട്ടെ അളവന്തറുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദേവകി ഈ വിവരം ഒന്നും തൻ്റെ ഭർത്താവിനോട് പറഞ്ഞതുമില്ല. ഇപ്പോൾ ഓഗസ്റ്റ് 27 അളവന്തർ കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി. അന്ന് മദ്രാസിലെ മിനർവ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ കാണാനായിട്ട് ദേവകിയും ഭർത്താവും തിയേറ്ററിൽ എത്തുന്നു. അവിടെ അന്ന് അളവന്തറും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ദേവകിയെ കണ്ട അളവന്തർ ഒരു കൂസലുമില്ലാതെ അവളുടെ അടുക്കലേക്ക് വരികയാണ്. ദേവകിയാകട്ടെ ഒരു മര്യാദ അനുസരിച്ച് അളവന്തറെ തൻ്റെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അളവന്തറാവട്ടെ ദേവകിയെ തനിക്ക് ഒരുപാട് നാളായി അറിയാം, നല്ല പരിചയമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇത് മേനോനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അത്ര സന്തോഷമില്ലാത്ത ഒരു മനസ്സുമായാണ് ദേവകി മേനോനും പ്രഭാകര മേനോനും വീട്ടിലേക്ക് തിരികെ വരുന്നത്. അവർ തിരികെ വരുമ്പോൾ അവരുടെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യുന്ന 18 വയസ്സുള്ള നാരായണൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. അന്ന് രാത്രി മേനോൻ ഒച്ച വെച്ചതായിട്ടും ദേവകി തേങ്ങിക്കരയുന്നതായിട്ടും താൻ കേട്ടുവെന്ന് നാരായണൻ പിന്നീട് പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. അന്ന് മേനോൻ ദേവകിയെ ചോദ്യം ചെയ്തപ്പോൾ അളവന്തറുമായി തനിക്കുണ്ടായ ആ അനുഭവങ്ങളും അയാൾ മോശമായി പെരുമാറിയ കാര്യങ്ങളെല്ലാം ദേവകി തൻ്റെ ഭർത്താവായ പ്രഭാകര മേനോനോട് പറയുന്നുണ്ട്. പിറ്റേന്ന് മേനോൻ വേലക്കാരനായ നാരായണന് കാശ് കൊടുത്ത് വീട്ടിൽ നിന്നും ഒഴിവാക്കിയ ശേഷം ദേവകിയോട് അവൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അളവന്തറെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെടുന്നു. അന്നവിടെ വന്ന അളവന്തർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് മേനോൻ കൊടുക്കുന്ന കുറ്റസമ്മത മൊഴിയിൽ നമുക്ക് കാണാം. മേനോന്റെ കുറ്റസമ്മത മൊഴി മാതൃഭൂമി എന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് വീട്ടിൽ മടങ്ങിവന്ന പ്രഭാകര മേനോൻ വാതിൽ നോക്കിയപ്പോൾ ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാതിലിൽ മുട്ടിയപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞ് അളവന്തറാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ദേവകി മുറിക്കുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം. ഇവിടെ അളവന്തറും മേനോനും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കുന്നു. മേനോൻ ദേവകിയോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. ദേവകി പോയ ശേഷം അളവന്തറും മേനോനും തമ്മിലുള്ള ആ ഫൈറ്റ് പിന്നെയും തുടരുകയാണ്. അതിനിടയിൽ ഒരു കത്തി കൊണ്ട് മേനോനെ കുത്താൻ അളവന്തർ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അളവന്തറുടെ കയ്യിൽ നിന്നും ആ കത്തി കൈക്കലാക്കിയ മേനോൻ ഒരവസരം കിട്ടിയപ്പോൾ അളവന്തറെ തിരിച്ചു കുത്തുകയാണ്. നെഞ്ചത്ത് തന്നെ കുത്തേറ്റ അളവന്തർ ഒരുപാട് രക്തം വാർന്നു പോയി അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഉടനെ പ്രഭാകര മേനോൻ ഡ്രസ്സൊക്കെ മാറി അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് വലിയൊരു കത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് അളവന്തറുടെ തല ഉടലിൽ നിന്നും വേർപെടുത്തുന്നു. കൈയും കാലും കൂടെ വേർപെടുത്തുന്നുണ്ട്. എന്നിട്ട് തലയൊഴികെ മറ്റെല്ലാ ഭാഗങ്ങളും ഒരു ട്രങ്ക് പെട്ടിയിലാക്കി വെക്കുന്നു. തല പെട്ടിക്കുള്ളിൽ കടക്കാഞ്ഞതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിനുള്ളിൽ കെട്ടി നേരത്തെ പറഞ്ഞതുപോലെ ബീച്ചിലേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് ആ പെട്ടിയാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെ രാമേശ്വരം പോകുന്ന ആ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. അതാകുമ്പോൾ ആ പെട്ടി അങ്ങ് പോയിക്കോളുമല്ലോ, തങ്ങളുടെ അടുക്കിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് വിചാരിച്ചു കാണും. എന്നിട്ട് പിറ്റേന്ന് തന്നെ മേനോൻ ദമ്പതികൾ വീടുപേക്ഷിച്ച് ബോംബെയിലേക്ക് പോവുകയും ചെയ്യുന്നു. പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും പോലീസ് തങ്ങളെ തിരയുന്നുവെന്നറിഞ്ഞ മേനോൻ സെപ്റ്റംബർ 10 ബോംബെ പോലീസിന് കീഴടങ്ങി കുറ്റം സമ്മതിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രഭാകര മേനോൻ തൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത്. രണ്ടാം പ്രതിയായ ദേവകി മേനോനെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ കഥ ഇങ്ങനെയാണ്.
ഓഗസ്റ്റ് 28 രാവിലെ പച്ചക്കറി കടയിൽ പോയ അവർ തിരികെ വരുന്ന വഴിയിൽ അളവന്തർ അവരെ വിളിക്കുന്നു. അവർ അയാളുടെ കടയിലേക്ക് ചെന്ന് അയാളോട് സംസാരിക്കുന്നുമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് അളവന്തർ വീട്ടിൽ വരുന്നു. മേനോൻ വീട്ടിൽ ഇല്ല എന്നറിഞ്ഞ അളവന്തർ അവിടെ വെച്ച് ദേവകിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രഭാകര മേനോൻ വാതിലിൽ മുട്ടുന്നതും അളവന്തർ പോയി വാതിൽ തുറക്കുന്നതും. അകത്തേക്ക് വന്ന മേനോനും അളവന്തറും തമ്മിൽ വലിയ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഇതിനിടയിൽ ദേവകിയോട് മേനോൻ പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ദേവകിക്കറിയില്ല. ഇതാണ് ദേവകിയുടെ മൊഴി. ഇപ്പോൾ നമ്മൾ പ്രഭാകര മേനോന്റെയും ദേവകിയുടെയും മൊഴി കേട്ടല്ലോ. ഇനി പ്രോസിക്യൂഷൻ ചാർജ് പ്രകാരം കഥ ഇങ്ങനെയാണ് പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ പത്രത്തിലേക്ക് പരസ്യം കിട്ടാൻ വേണ്ടി അളവന്തറെ സമീപിച്ച് പരിചയത്തിലാവുന്ന ദേവകിയെ അളവന്തർ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ സംഭവം പിന്നീട് അറിയുന്ന മേനോൻ ഇതിന്റെ പ്രതികാരം എന്നോണം അളവന്തറെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. ഈ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 28 ദേവകി അളവന്തറെ സമീപിച്ച് അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അന്നുച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തിയ അളവന്തറും ദേവകിയും സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടെ ഒളിച്ചു നിന്നിരുന്ന മേനോൻ ചാടി വീഴുകയും അളവന്തറുടെ കഴുത്തിന് വെട്ടി അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതാണ് പ്രോസിക്യൂഷൻ ചാർജിൽ പറഞ്ഞിരിക്കുന്ന കഥ. ഇനി പ്രതിഭാഗം വക്കീലിന്റെ വാദം എന്താണെന്ന് കേൾക്കാം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ മേനോൻ ചെയ്തു പോയ ഒരു കടുങ്കയാണിത്. അല്ലാതെ ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു നരഹത്യയുടെ ഗണത്തിൽ പെടുത്തരുതെന്നും കുറഞ്ഞ ശിക്ഷ മാത്രമേ കൊടുക്കാവൂ എന്നുമാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം. അന്ന് പ്രഭാകര മേനോൻ ആ ഡെഡ് ബോഡി വെച്ചിരുന്ന പെട്ടി ഉപേക്ഷിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ കത്തിയും ദേവകിയുടെ സാരിയും കൂടെ ആ ചെടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞതായാണ് പറയപ്പെടുന്നത്. പിന്നീട് ദേവകിയുടെ അച്ഛനോട് ചോദിച്ചപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ദേവകിയും മേനോനും ബോംബെയിലേക്ക് കടന്നിരിക്കുന്നുവെന്ന്. ഇവരെ തിരക്കി പോലീസ് ബോംബെയിലെത്തിയ സമയത്ത് ദേവകിയാകട്ടെ ഒരു അബോർഷൻ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. ഇവിടെ പോലീസ് പറയുന്നത് അബോർഷൻ ഉണ്ടായതാണോ അതോ കുറ്റത്തിൽ പിടിക്കപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നാൽ കുഞ്ഞിനെ ഓർത്തുള്ള വിഷമം കാരണം മനഃപൂർവ്വം ആ കുഞ്ഞിനെ കളഞ്ഞതാണോ എന്നാണ്. പ്രഭാകര മേനോൻ ആവട്ടെ ബോംബെയിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ മറ്റൊരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. ഇങ്ങനെ പോലീസ് പ്രഭാകര മേനോനെ പിടിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നീട് പ്രഭാകര മേനോൻ പറയുന്നത് പോലീസ് അയാളെ പിടിച്ചതല്ല, താൻ മനഃപൂർവ്വം കീഴടങ്ങിയതാണെന്നാണ്. ഏതായാലും പ്രഭാകര മേനോനെയും ദേവകിയെയും അറസ്റ്റ് ചെയ്ത് ഇരുവരെയും മദ്രാസിലേക്ക് പോലീസ് കൊണ്ടുവരുന്നുണ്ട്. പ്രശസ്തരായ മലയാളി വക്കീലന്മാരും ജഡ്ജിമാരുമാണ് ഇതിന്റെ വിചാരണയിൽ പങ്കെടുത്തിരുന്നത്. ഇവിടെ വിചാരണയ്ക്കിടയിൽ കുറ്റം സമ്മതിച്ച പ്രഭാകര മേനോന് തൂക്കുകയർ കിട്ടുമെന്ന് പോലീസും പ്രോസിക്യൂഷനും ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അതല്ല സംഭവിച്ചത്. മദ്രാസിലും മൈസൂരിലും പ്രാക്ടീസ് ചെയ്യുന്ന അക്കാലത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ വക്കീലന്മാരിൽ ഒരാളായിരുന്ന സുന്ദരരാജനായിരുന്നു അവിടെ പ്രതിഭാഗം വക്കീൽ. പോലീസ് നിരത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേവകിയെ പ്രതി ചേർക്കാനായി പോലീസ് ശ്രമിച്ചപ്പോൾ ദേവകി പറഞ്ഞത് താൻ ഈ കൃത്യത്തിന് സാക്ഷിയല്ല എന്നും തന്നെ വീടിന് പുറത്താക്കിയ ശേഷമാണ് തൻ്റെ ഭർത്താവ് ഈ കൃത്യം ചെയ്തതെന്നുമായിരുന്നു. അല്ലെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയില്ലല്ലോ. ഭർത്താവിനെതിരെ മൊഴി നൽകിയാൽ മാപ്പ് സാക്ഷി ആക്കാമെന്നും പോലീസ് ദേവകിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ദേവകി അതിനും വഴങ്ങിയില്ല. ഭർത്താവ് തന്റെ മാനം രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ദേവകി പറയുന്നത്. എന്നാൽ പിന്നീട് ദേവകി അളവന്തറെ കടയിൽ പോയി വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചതിന് തെളിവുകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. അളവന്തർ കൊല ചെയ്യപ്പെട്ട അന്ന് രാവിലെ അടുത്തുള്ള ഒരു കടയിൽ പോയി മേനോൻ ഒരു മലബാർ കത്തി വാങ്ങി വന്നതിനും തെളിവുകളുണ്ട്. പോലീസും ഫോറൻസിക് എക്സ്പേർട്സും ചേർന്ന് വളരെ ശ്രമിച്ചിരുന്നു ഈ കേസ് ഒന്ന് തെളിയിക്കാനായിട്ട്. അടുക്കള ചുമരിൽ രക്തം പുരണ്ട ഒരു കൈപ്പത്തിയുടെ പാട് കണ്ടിരുന്നു. ഇത് പ്രഭാകര മേനോന്റെ ആണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ആട്ടുകല്ലിന്റെ അടിയിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ മനുഷ്യരക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നും തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് അളവന്തറുടെ രക്തസാമ്പിൾ ലഭിക്കാത്തതിനാൽ അത് അയാളുടെ ആണെന്ന് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അളവന്തറുടെ ഇടത് ശ്വാസകോശവും കരളും കത്തികൊണ്ട് തുളഞ്ഞതാണ് മരണകാരണം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നതെന്ന് പ്രതിഭാഗം ആരോപിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ പ്രഭാകര മേനോന് 7 വർഷവും ദേവകിക്ക് 3 വർഷവും മാത്രം തടവ് ശിക്ഷ ലഭിച്ചു.
തൂക്കുകയറോ കുറഞ്ഞത് ജീവപര്യന്തമോ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരിലും ഇതൊരു നിരാശയുണ്ടാക്കി. പിന്നീട് അളവന്തർ കാരണം നാണക്കേടിലായ പല സ്ത്രീകളും അവൻ മരിക്കാൻ അർഹനാണെന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തതായി ജഡ്ജിയുടെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മേനോൻ ദമ്പതിമാർ കേരളത്തിലെത്തി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയിൽ ഒരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടൽ പച്ചപിടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാലം മുന്നോട്ട് പോകെ മേനോൻ ദമ്പതിമാർ സാധാരണ രീതിയിൽ മരണമടയുന്നു. തമിഴ്നാടിനെ പിടിച്ചു കുലുക്കിയ അളവന്തർ വധക്കേസിന്റെ ആ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മർഡർ ഇൻ മദ്രാസ് എന്ന ഈ ബുക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അടുത്ത കൊലക്കേസാണ് ക്ലെമന്റ് ഡെലഹേ വധം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നാട്ടിൽ നടക്കുന്നത്. അക്കാലത്ത് നാട്ടുരാജാക്കന്മാരുടെയും ജമീന്ദാർമാരുടെയും മക്കൾക്കായി പെൻലാൻഡ് പ്രഭുവും രാമനാട് രാജാവും ചേർന്ന് നിർമ്മിച്ച ഒരു കോളേജുണ്ട്. അതിന്റെ പേരാണ് ന്യൂവിംഗ്ടൺ ഹൗസ് കോളേജ്. ഈ 3 നില കെട്ടിടത്തെ ചെന്നൈയിലുള്ള ആളുകൾ മൈനർ ബംഗ്ലാവ് എന്നാണ് വിളിച്ചിരുന്നത്. ജന്മിമാരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് മൈനർ ബംഗ്ലാവ് എന്നതിന് പേര് വന്നത്. ഒരു ബോർഡിംഗ് സ്കൂളായ ഈ മൈനർ ബംഗ്ലാവിൽ രാജകുമാരന്മാരെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടേബിൾ മാനേഴ്സ്, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ടെന്നീസ്, ഷൂട്ടിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. നിലവിലിപ്പോൾ അവിടെ താമസിക്കുന്നത് പ്രിൻസിപ്പലിന്റെ കുടുംബം, ജന്മിമാരുടെ മക്കളായ 9 വിദ്യാർത്ഥികൾ, ഇടയ്ക്ക് വിരുന്ന് വരുന്ന പ്രിൻസിപ്പലിന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ള പരിചാരകർ. ഇത്രയും പേരാണ് ഇപ്പോഴവിടുത്തെ അന്തേവാസികൾ. അവിടുത്തെ പുതിയ പ്രിൻസിപ്പാളാണ് ക്ലെമന്റ് ഡെലഹേ. ക്രിക്കറ്റിനോട് വളരെയധികം ആരാധനയുള്ള മികച്ച ഒരു ബൗളറാണ് അദ്ദേഹം. 40-ാം വയസ്സിൽ വിവാഹിതനായ അദ്ദേഹം 28 വയസ്സുള്ള ഡൊറോത്തി എന്ന ഡോറിയെയാണ് കല്യാണം കഴിച്ചത്. അവരും മദ്രാസിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസം. അവർക്ക് ഒരു മകനും പിറക്കുന്നു. പേര് ആന്റണി. ആന്റണി കൈക്കുഞ്ഞായിരുന്ന കാലം 1919 ഒക്ടോബർ 15. അന്ന് മുകൾ നിലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് പ്രിൻസിപ്പൽ ക്ലെമന്റും ഭാര്യ ഡോറിയും ഉറങ്ങാനായി പോകുന്നു. അവർ താമസിക്കുന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെല്ലാം അതിന് താഴെയുള്ള നിലയിൽ. അങ്ങനെ 3 നിലയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. സമയം രാത്രി 12:30. പെട്ടെന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. ഞെട്ടി ഉണർന്ന വിദ്യാർത്ഥികൾ ഓടി മുകളിലെത്തുമ്പോൾ കാണുന്നതോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ പ്രിൻസിപ്പൽ ക്ലെമന്റിനെയാണ്. അടുത്ത് തന്നെ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഭാര്യ ഡോറിയുമുണ്ട്. അവരുടെ റൂമിലെ കൊതുകുവല കീറിപ്പോയിരിക്കുന്നു. തൊട്ടടുത്ത് നിന്നുമാണ് വെടിയുയർത്തതെന്ന് മനസ്സിലാകും. ക്ലെമന്റിന്റെ നെറ്റിയുടെ വലതുവശം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ സർജൻ മേജർ ഹഡ്സൺ അവിടെ എത്തിയിട്ടുണ്ട്. ഡോറി പറഞ്ഞതനുസരിച്ച് തൊട്ടിലിൽ കുട്ടിയെ കിടത്തി ഉറക്കിയ ശേഷം ഭർത്താവ് കിടക്കുന്ന അതേ മുറിയിൽ തന്നെ മറ്റൊരു കിടക്കയിൽ ഉറങ്ങുകയായിരുന്നു അവർ. കണ്ണു തുറന്നപ്പോൾ 2 പേർ ഓടിപ്പോകുന്നത് കണ്ടു. ആരാണെന്ന് വ്യക്തമായില്ല. ഈ സംഭവത്തിന്റെ ഷോക്കിൽ നിൽക്കുന്ന ഡോറിക്ക് അധികമൊന്നും വിശദീകരിക്കാൻ സാധിച്ചില്ല. അവരെ ഭർത്താവിന്റെ സഹോദരിക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഇല്ലാ കഥകൾ ഓരോന്നായി പ്രചരിക്കാനായി തുടങ്ങുന്നു. വിദ്യാർത്ഥികളിൽ ചിലരുമായി ഡോറിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് പുറത്തറിയാതിരിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഡോറിയെ ബ്രിട്ടനിലേക്ക് മാറ്റിയതാണെന്നും ജനം പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഏതായാലും പോലീസ് മൈനർ ബംഗ്ലാവിലെ അന്തേവാസികളെ ഓരോരുത്തരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. ഈ 9 വിദ്യാർത്ഥികളിൽ 4 പേർ തമിഴ് ഗ്രാമത്തലവന്മാരുടെ മക്കളാണ്. പിന്നെ 4 പേർ തെലുങ്ക് സംസാരിക്കുന്ന ജന്മിമാരുടെ മക്കൾ. പിന്നീടുള്ള ഒരാൾ ഒരു ജന്മിപുത്രനാണെങ്കിലും തമിഴ് സംസാരിക്കുന്നവനാണെങ്കിലും ദത്തുപുത്രനായിരുന്നു. അതുകൊണ്ട് അവനെ മറ്റുള്ളവർ കൂടെ കൂട്ടാറില്ല. ഏതായാലും ഇങ്ങനെ 9 പേരാണ് അവിടെ ഉള്ളത്. ഈ കൊല്ലപ്പെട്ട പ്രിൻസിപ്പൽ ക്ലെമന്റിനെതിരായിട്ട് തമിഴന്മാരെ അപമാനിച്ചു എന്ന പരാതി ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ആദ്യം ആ തമിഴ് സംഘത്തിൽ കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്. തമിഴ് പ്രഭുക്കന്മാരുടെ മക്കളിൽ ഏറ്റവും സമ്പന്നൻ സിംഗപ്പട്ടിയിലെ ജന്മിയുടെ മകനായ ഒരു 16-കാരനായിരുന്നു. അവന് പ്രിൻസിപ്പലിനോട് വൈരാഗ്യമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. പിന്നെ പോലീസിന് സംശയമുള്ളത് കടമ്പൂർ നാട്ടുരാജ്യത്തിലെ അനന്തരാവകാശിയെയാണ്.
കടമ്പൂരിലെ ആ പയ്യൻ ആ 9 പേരുടെയും കൂട്ടത്തിൽ വളരെ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവന് ഉപരിപഠനത്തിനായി ബ്രിട്ടനിലെ ഒരു സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൻ പ്രിൻസിപ്പൽ ക്ലെമന്റുമായി യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനെ ഇയാൾ ബ്രിട്ടനിലെ കോളേജിലേക്ക് ശുപാർശ ചെയ്യില്ല എന്ന് അവൻ വിചാരിക്കുന്നു. ഈ പ്രിൻസിപ്പൽ സ്ഥിരമായിട്ട് ഈ കടമ്പൂർ വിദ്യാർത്ഥിയുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് കത്തുകൾ എഴുതുമായിരുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അവർ തമ്മിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കടമ്പൂർ വിദ്യാർത്ഥിക്ക് പ്രിൻസിപ്പലിനോട് നല്ല പകയുണ്ടാകുമെന്ന് പോലീസ് കണക്ക് കൂട്ടി. ഒടുവിൽ ഈ കടമ്പൂർ വിദ്യാർത്ഥിയും സിംഗപ്പട്ടി വിദ്യാർത്ഥിയുമാണ് ഭർത്താവിന്റെ കട്ടിലിനരികിൽ നിന്നും ഓടിപ്പോകുന്നതായി ഡോറി കണ്ടതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നു. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഡബിൾ ബാരൽ ഗൺ വൃത്തിയാക്കുന്നത് കണ്ടു എന്ന് ചിലർ പറയുന്നു. ഇവർക്ക് നായാട്ടിന്റെ ഭാഗമായിട്ട് തോക്ക് കൈവശം വെക്കാൻ കഴിയുന്നവരാണ്. ഇതിൽ കടമ്പൂരിന്റെ കയ്യിലായിരുന്നു തോക്ക് സൂക്ഷിക്കുന്ന മുറിയുടെ താക്കോൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ സാഹചര്യ തെളിവെല്ലാം പോലീസിന്റെ പക്കൽ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം. പക്ഷേ പോലീസിന്റെ ഈ വിശ്വാസം തെറ്റിപ്പോയി. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുവരെയുള്ള കോൾഡ് കേസുകളുടെ പട്ടികയിൽ പെടാനായിരുന്നു ഈ ക്ലെമന്റ് വധക്കേസിന്റെയും വിധി. ക്ലെമന്റ് ഡെലഹെ കൊലക്കേസിന്റെ വിചാരണ വളരെ ശ്രദ്ധേയമായിരുന്നു. 3 ബ്രിട്ടീഷുകാരും 2 ഇന്ത്യക്കാരും അടങ്ങുന്ന 9 അംഗ ജൂറി മദ്രാസ് ഹൈക്കോടതിയിൽ വാദം കേട്ടു. 18-കാരനായ കടമ്പൂരും 16-കാരനായ സിംഗപ്പട്ടിയും കുറ്റക്കാരാണെന്ന് ജൂറി കണ്ടെത്തി. കടമ്പൂർ വെടിവെക്കുകയും സിംഗപ്പട്ടി പിന്തുണ നൽകി ഒപ്പം നിൽക്കുകയുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിൽ ഏറ്റവും സമ്പന്നൻ സിംഗപ്പട്ടിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവനെ കുറ്റവിമുക്തനാക്കി പുറത്തിറക്കാനുള്ള ശ്രമം അവന്റെ കുടുംബം നടത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായി തലശ്ശേരിയിൽ നിന്നുള്ള പ്രശസ്ത വക്കീലായ ടി റിച്ച്മണ്ടിനെ അവർ വിചാരണയ്ക്കെത്തിച്ചു. അദ്ദേഹം പ്രയോഗിച്ചൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സിംഗപ്പട്ടിയുടെ മൊഴി പത്രത്തിൽ ഇങ്ങനെ അച്ചടിച്ചു വന്നു. ആ പത്രവാർത്ത പ്രകാരം സിംഗപ്പട്ടി പറയുന്നത് കടമ്പൂരിന്റെ ഭീഷണിക്ക് വഴങ്ങി താൻ ഒപ്പം നിൽക്കുക മാത്രമായിരുന്നുവെന്നും അല്ലെങ്കിൽ കടമ്പൂർ തന്നെയും വെടിവെക്കുമായിരുന്നുവെന്നുമാണ്. ഏതായാലും ആ തന്ത്രം ഫലിച്ചു. കേസിൽ സിംഗപ്പട്ടിയെ മാപ്പ് സാക്ഷിയാക്കി. ഇത്രയൊക്കെ ആകുമ്പോൾ കടമ്പൂർ കുടുംബം വെറുതെ ഇരിക്കുമോ? ഇല്ല. അവരും പഠിച്ച മദ്രാസിലെ പ്രമുഖ ക്രിമിനൽ വക്കീലായ എസ് സ്വാമിനാഥനെ സമീപിച്ചു. സ്വാമിനാഥന്റെ ബുദ്ധിപൂർവമുള്ള കോടതിവാദത്തിന്റെ ഫലമായി കടമ്പൂരിനെ മാത്രം കുറ്റക്കാരനാക്കുക എന്ന പ്രോസിക്യൂഷന്റെ ലക്ഷ്യം താളം തെറ്റി. കൂടുതൽ പ്രതികളെ ഈ കേസിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു കടമ്പൂരിന്റെ വക്കീലന്മാരുടെ ബുദ്ധി. ഊർക്കാട് ജന്മിയുടെ 2 മക്കൾ മൈനർ ബംഗ്ലാവിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഊർക്കാടും പ്രമുഖനായ രാമനാട് രാജാവും തമ്മിലുള്ള അടുത്ത ബന്ധം വെച്ച് കൊലപാതകത്തിൽ അവർക്കും പങ്കുണ്ടെന്ന് വരെ ആരോപിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണെങ്കിലും നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ പദവി നൽകണമെന്നായിരുന്നു ഇന്ത്യക്കാരുടെ ആവശ്യം. എന്നാൽ ഈ മരിച്ചുപോയ ക്ലെമന്റ് ഡെലഹെ ഈ നിയമത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ രാമനാട് രാജാവിന് അദ്ദേഹത്തോട് അമർഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമനാട് രാജാവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഊർക്കാട് സഹോദരങ്ങളാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നത്. കേസിന്റെ ഭാഗമായി പലവിധ വാദങ്ങൾ ഉയർന്നു വന്നു. അതിൽ പ്രോസിക്യൂഷന്റെ വാദം ഇങ്ങനെയാണ്. തലവങ്കോട്ടെ ജന്മിയുടെ മകന്റെ മൊഴി അനുസരിച്ച് കൊല നടക്കുന്ന ദിവസം രാത്രി 7:30 മൈനർ ബംഗ്ലാവിലെ ഒരു മുറിയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഒത്തുചേർന്നിരുന്നു. ആ കുട്ടികൾക്കിടയിലുണ്ടായ സംസാര വിഷയം കടമ്പൂർ, സിംഗമ്പട്ടി എന്നിവർ തലേ ദിവസം ക്ലെമന്റിനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നത് കണ്ടുവെന്നതാണ്. എന്നാൽ കടമ്പൂരിനെ ഭയന്ന് ഇത് പ്രിൻസിപ്പലിനോട് പറയാൻ ആരും കൂട്ടാക്കിയില്ല. പിന്നീട് രാത്രി 9:30 സിംഗമ്പട്ടിയും കടമ്പൂരും ചേർന്ന് മുറിയിൽ നിന്ന് ആ തോക്കും എടുത്തുകൊണ്ട് പോകുന്നതും കാണുന്നവരുണ്ട്. പിന്നീട് മറ്റൊരു വിദ്യാർത്ഥിയായ ബേരികൈ ജന്മിയുടെ മകൻ പറയുന്ന മൊഴി ഇതാണ്. അവൻ ഉറക്കത്തിൽ വെടിയൊച്ച കേട്ടുണർന്നപ്പോൾ സിംഗമ്പട്ടിയും കടമ്പൂരും ഓടിപ്പോകുന്നത് കണ്ടുവെന്നും പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ കരയുന്ന ഡൊറോത്തിയെ കണ്ടുവെന്നുമാണ്. ഡൊറോത്തി പറഞ്ഞതനുസരിച്ച് ഈ വിദ്യാർത്ഥിയാണ് പോലീസിനെ വിളിക്കാൻ പോയതെന്നും പോലീസ് എത്തിയപ്പോൾ 12 തിരകൾ കൊള്ളുന്ന തോക്ക് താഴെ പോർച്ചിനടുത്ത് കിടക്കുന്നത് കണ്ടുവെന്നും അതിൽ ഒരു തിര ഉപയോഗിച്ചതായി കാണുന്നുവെന്നുമാണ്. ഇനി സിംഗമ്പട്ടിയുടെ മൊഴി കേൾക്കാം. അവൻ പറയുന്നത് പ്രിൻസിപ്പൽ ഡെലഹെ ഇന്ത്യക്കാരെ
പ്രത്യേകിച്ച് തമിഴന്മാരെ പ്രാകൃതന്മാരാണെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ്. വ്യക്തിപരമായ അപമാനം കൂടി ആയപ്പോൾ ഡൽഹയെ അവസാനിപ്പിക്കണമെന്ന് കടമ്പൂർ ഇവനോട് പറയുന്നു. ആദ്യം താൻ എതിർത്തെങ്കിലും പിന്നീട് വഴങ്ങിയെന്നാണ് സിംഗപ്പട്ടി പറയുന്നത്. അങ്ങനെ ഇരുവരും തോക്ക് വെക്കുന്ന മുറിയിലേക്ക് പോയി തോക്കും ആവശ്യമായ തിരകളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം ആരെങ്കിലും അതിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയതിൻ്റെ ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തിരകൾ അവിടെ ഇവിടെയൊക്കെ വാരിയിടാനായിട്ട് കടമ്പൂർ സിംഗപ്പട്ടിയോട് പറയുന്നുമുണ്ട്. അങ്ങനെ 12:30 ആയപ്പോൾ കടമ്പൂർ സിംഗപ്പട്ടിയെയും കൂട്ടി പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് ചെന്നുവെന്നും താൻ മുറിക്ക് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നുവെന്നും കടമ്പൂരാണ് പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലഹയെ വെടിവെച്ചതെന്നുമാണ് സിംഗപ്പട്ടിയുടെ മൊഴി. ഇതിനുശേഷം രണ്ടുപേരും ഓടി അവരുടെ കിടപ്പുമുറിയിലേക്ക് പോയിട്ട് തോക്ക് ജനാലിലൂടെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലഹയുടെ ഭാര്യ ഡൊറോത്തിയുടെ മൊഴിയാണ്. രാത്രി കുട്ടികൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാൻ പോയ അവർ രണ്ടുപേരും മുറിയിലെത്തിയ ശേഷം താൻ ഭർത്താവിന്റെ ഇടതുവശത്തുണ്ടായിരുന്ന ഒരു കട്ടിലാണ് കിടന്നത്. ഡൊറോത്തി ഉറങ്ങിയ സമയം വരെയും ക്ലെമന്റ് ഉറങ്ങിയില്ല എന്നാണ് അവർ പറയുന്നത്. വലിയൊരു ശബ്ദം കേട്ടാണ് പിന്നീട് അവർ ഉണർന്നത്. ഭർത്താവിനെ വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല. അതേസമയം ഭാരമുള്ള എന്തോ ഒരു വസ്തു പുറത്ത് വീഴുന്നൊരു ശബ്ദവും അവർ കേൾക്കുന്നുണ്ട്. ഭർത്താവിന്റെ കൊതുകുവലയിൽ നിന്നും പുക വരുന്നതായും കാണാം. കൊതുകുവല മാറ്റി നോക്കി അവർ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെയാണ്. അവർ അലറിക്കരയാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ആദ്യം എത്തിയത് ആന്ധ്രയിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ ബേരികൈക്കാരനും ചൂണ്ടിക്കാരനുമാണ്. അതിനുശേഷം സിംഗംപട്ടി, കടമ്പൂർ, സപ്തൂർ എന്ന സ്ഥലത്തുള്ള വിദ്യാർത്ഥികളും എത്തുന്നു. കടമ്പൂർ ഒരു മുണ്ട് മാത്രമേ ഉടുത്തിരുന്നുള്ളൂ എന്നും സിംഗംപട്ടി കഴുത്തുവരെ മറയുന്നൊരു കുപ്പായവും ഒരു മുണ്ടും ധരിച്ചിരുന്നുവെന്നും അവർ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഇതിൽ സിംഗംപട്ടിയുടെ മുഖം വളരെ ഭയമുള്ളതായി കാണപ്പെട്ടുവെന്നും അതേസമയം കടമ്പൂരിന്റെ മുഖമാകട്ടെ ഒന്നും സംഭവിക്കാത്തതുപോലെ കൂസലില്ലാത്തൊരവസ്ഥയിലായിരുന്നു കാണപ്പെട്ടതെന്നും പറയുന്നു. ഇത്രയുമാണ് ഡൊറോത്തി പറഞ്ഞ മൊഴി. ക്ലെമന്റ് ഡെലഹെ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡെലഹെ ക്രിക്കറ്റിന് പുറകെ പോയപ്പോൾ ഡൊറോത്തി അവിടെയുള്ള വിദ്യാർത്ഥികളുമായി അവിഹിത ബന്ധമുണ്ടാക്കിയെന്ന് പലരും അവിടെ കെട്ടുകഥകൾ പ്രചരിപ്പിക്കാനായി തുടങ്ങി. പ്രതിഭാഗം ഇതും ആയുധമാക്കുന്നുണ്ടായിരുന്നു. ഈ കഥകൾ വെളിച്ചത്താകുമെന്ന് പേടിച്ചാണ് ഭർത്താവിന്റെ മരണശേഷം അവർ സ്ഥലം വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയതെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഡൊറോത്തി പറഞ്ഞ മറുവാദം ജീവന് ഭീഷണി ഉണ്ടാകുന്നത് പേടിച്ചാണ് ഇന്ത്യ വിട്ടതെന്നായിരുന്നു. അങ്ങനെ കോടതി വാദത്തിനൊടുവിൽ കൂട്ടുപ്രതിയായ സിംഗപ്പട്ടി കടമ്പൂരിനെതിരെ മൊഴി കൊടുത്ത് മാപ്പുസാക്ഷിയായതോടെ കടമ്പൂർ തന്നെ തൂങ്ങുമെന്ന ഒരു നില വന്നു. ആ സമയത്താണ് കടമ്പൂരിന്റെ വക്കീലായ പ്രഗത്ഭനായ സ്വാമിനാഥനൊപ്പം ബോംബെയിലെ പ്രമുഖ ക്രിമിനൽ അഡ്വക്കേറ്റായ RDN വാഡിയയും കൂടെ ചേരുന്നത്. ഈ വാഡിയ സിംഗപ്പട്ടിയെ ക്രോസ് വിസ്താരം ചെയ്തത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. വ്യാപകമായ ഗൂഢാലോചന നടന്നുവെന്ന് വരുത്തി തീർക്കാനും സിംഗപ്പട്ടിയുടെ മൊഴിയെ അസാധുവാക്കാനുമുള്ള തന്ത്രമാണ് വക്കീലന്മാർ പയറ്റിയത്. ഇതിനു വേണ്ടിയിട്ട് കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പ്രമുഖനായ രാമനാട് രാജാവിനെ പോലും ഇതിനിടയ്ക്ക് വലിച്ചിഴച്ചു. പ്രിൻസിപ്പൽ ക്ലെമന്റ് രാജാവിനോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ട് തന്നെ രാജാവിന്റെ മകനായ രാമനാട് രാജകുമാരനും പ്രിൻസിപ്പലിനോട് പകയുണ്ടായതായി അവർ സമർത്ഥിച്ചു. ഇങ്ങനെ ശ്രദ്ധേയമായ പല കഥകളും പല വാദങ്ങളും വക്കീലന്മാർ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഞാനിപ്പോൾ പറയാം. ഒന്ന്, ഇതേ കോളേജിലെ വിദ്യാർത്ഥികളായ ഊർക്കാട് രാജകുമാരന്മാരുടെ സഹോദരിയായ ദൊറൈച്ചിയെ കല്യാണം കഴിക്കാനായിട്ട് സിംഗപ്പട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിന് തടസ്സം കടമ്പൂരായിരുന്നു. കടമ്പൂരിനെ പെടുത്താനായിട്ട് സിംഗപ്പട്ടിയോട് കൂടെ ചേർന്ന് ഊർക്കാട് സഹോദരങ്ങൾ ചേർന്ന് നടത്തിയൊരു കൊലപാതകമാണിതെന്നായിരുന്നു. മറ്റൊന്ന്, മുൻപ് കുറച്ചു നാളുകൾക്ക് മുൻപ് 2 സഹപാഠികൾക്കെതിരെ കടമ്പൂർ ഒരു പരാതി കൊടുത്തിരുന്നു. ഒരാൾക്ക് ഊട്ടിയിൽ നിന്നുള്ള ഒരു പുല്ലുവെട്ടുകാരിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും മറ്റൊരാൾ തന്റെ മുറിയിൽ കടന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നുവെന്നുമായിരുന്നു ആരോപണം. ഈ ആരോപണത്തിൽ കടമ്പൂരിനോട് പകയുണ്ടായിരുന്ന ആളുകൾ കടമ്പൂരിനെ പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. മറ്റൊന്ന്, കൊലയ്ക്ക് ഉപയോഗിക്കാത്ത മറ്റൊരു തോക്കും വെടിയുണ്ടകളും പരിസരത്ത് നിന്നും പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ അതിലെ തിരകൾ ഉപയോഗിച്ചിരുന്നില്ല. തോക്കിന്റെ കുഴലിൽ കടക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല വെടിയുണ്ടകൾ. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണെന്നും വ്യക്തമായ പ്ലാനിംഗ് അവിടെ നടന്നു എന്നതിന്റെ സൂചനയാണിതെന്നുമാണ് മറ്റൊരു വാദത്തിൽ പറയുന്നത്. മറ്റൊന്ന്,
16-കാരനായ ബാലനായിരുന്നു സിംഗപ്പെട്ടി. അവൻ കടമ്പൂരിന്റെ വക്കീലായ വാടിയയുടെ ചോദ്യങ്ങളിൽ ഒന്ന് പതറിപ്പോയി. അദ്ദേഹം തലങ്ങും വിലങ്ങും ഓരോന്ന് ചോദിച്ചപ്പോൾ സിംഗപ്പെട്ടി ആവട്ടെ താൻ സഹപാഠികളുടെ മുറിയിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇതോടെ അവർക്ക് സിംഗപ്പെട്ടിയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് സ്ഥാപിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മാപ്പുസാക്ഷിയാക്കാനായിട്ട് സിംഗപ്പെട്ടി കൊടുത്ത മൊഴികളൊന്നും വിശ്വസിക്കരുതെന്നും എല്ലാം അസത്യമാണെന്നും അവരവിടെ വാദിച്ചു. മറ്റൊരു വാദം ഇങ്ങനെയാണ്: കടമ്പൂരിനെ ജയിലിലാക്കിയ ശേഷം അവിടെ കിടന്ന് കടമ്പൂർ പുറത്തുള്ള സിംഗപ്പെട്ടിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. അതിൽ സിംഗപ്പെട്ടി തന്നെ മാത്രം കുറ്റക്കാരനാക്കിയതിന്റെ അമർഷം കടമ്പൂർ കാണിക്കുന്നുണ്ട്. ഇതിന് സിംഗപ്പെട്ടി എഴുതിയ മറുപടി കത്ത് ഒരു നിർണായക തെളിവാണ്. അതിലവൻ പറയുന്നത് അവന്റെ അച്ഛന്റെയും വക്കീലിന്റെയും നിർദ്ദേശപ്രകാരമാണ് അവൻ മൊഴി മാറ്റിയതെന്നും തന്നോടും അച്ഛനോടും കോപം തോന്നരുതെന്നുമാണ്. അതോടൊപ്പം ഞങ്ങൾ ഊർക്കാടിനെ വിശ്വസിച്ചു പോയെന്നും നീ ക്ഷമിക്കണമെന്നും സിംഗപ്പെട്ടി ആ കത്തിൽ പറയുന്നുണ്ട്. സിംഗപ്പെട്ടിയുടെ ഈ മറുപടി കത്ത് ഒരു തെളിവായെടുത്ത വക്കീലന്മാർ അവനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ സിംഗപ്പെട്ടി ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. താൻ അപ്പോഴത്തെ വിഷമത്തിൽ എഴുതിപ്പോയതാണെന്ന സിംഗപ്പെട്ടിയുടെ വാദം ദുർബലമായി പോയി. കടമ്പൂരിനെതിരെ സാക്ഷി പറയാനായിട്ട് പ്രോസിക്യൂഷൻ സഹപാഠികളെ കുറച്ചുപേരെ കൊണ്ടുവന്നുവെങ്കിലും വക്കീലന്മാരുടെ ഉപദേശത്തെ തുടർന്ന് അവരെല്ലാവരും ഞാനൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇങ്ങനെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തകർന്നപ്പോൾ ജഡ്ജി വിധിയിലേക്ക് കടന്നു. 2 മണിക്കൂറെടുത്താണ് ജഡ്ജി വിധി വായിച്ചു തീർന്നത്. അതിൽ പറയുന്നത് ക്ലെമന്റ് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹം ഇടം കയ്യനാണ്. പക്ഷെ വെടിയേറ്റിരിക്കുന്നത് വലതുവശത്താണ്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ കടമ്പൂർ തന്നെയാണ് വെടിവെച്ചതെന്ന കാര്യത്തിൽ തെളിവുകളും ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ കുറ്റാരോപിതനായ കടമ്പൂരിനെ വെറുതെ വിടാൻ ജൂറി ഒന്നടങ്കം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്തതായിട്ടും പ്രഖ്യാപിക്കുന്നു. ഇതിൽ അതിശയപ്പെടുത്തിയ ഒരു കാര്യം വിധി പ്രസ്താവം വായിച്ചു തീർന്നതും കൊല്ലപ്പെട്ട ക്ലെമന്റിന്റെ ഭാര്യയായ ഡൊറോത്തി അമിത സന്തോഷത്തോടുകൂടെ കൈകൊട്ടിയത് അപ്രതീക്ഷിതമായിരുന്നു. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കൊല ചെയ്തത് കടമ്പൂരല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നത് പോലെയാണോ? ഒന്നും അറിയില്ല. ഇങ്ങനെ വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്ത കാരണം കൊണ്ട് തന്നെ ക്ലെമന്റ് ഡെലഹയെ ആരാണ് കൊന്നതെന്ന് നാളിതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ കേസ് ഇപ്പോഴും ഇന്ത്യയിലെ തെളിയിക്കപ്പെടാത്ത കോൾഡ് കേസുകളുടെ പട്ടികയിൽ തുടരുന്നു. കടമ്പൂർ വിട്ടയക്കപ്പെട്ടുവെങ്കിലും കടമ്പൂരിനു വേണ്ടി ഹാജരായ സ്വാമിനാഥൻ വക്കീലിന്റെ ജീവിതം ഈ കേസിനു ശേഷം വല്ലാത്ത രീതിയിൽ മാറിപ്പോയിരുന്നു. ബ്രിട്ടീഷുകാരനെ കൊന്ന പയ്യനെ രക്ഷിച്ചെടുത്ത വക്കീൽ എന്ന നിലയിൽ ബ്രിട്ടീഷ് സമൂഹം സ്വാമിനാഥനെയും കുടുംബത്തെയും കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയായ മലയാളിയായ അമ്മു സ്വാമിനാഥന്റെ ഇംഗ്ലീഷ് സുഹൃത്തുക്കളും അവരിൽ നിന്നും അകന്നു. ബ്രിട്ടീഷ് സ്കൂളിൽ പഠിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മക്കളുടെ ഇംഗ്ലീഷ് സുഹൃത്തുക്കളും അധ്യാപകരും ആ മക്കളോടും ശത്രുക്കളോടെന്ന പോലെ പെരുമാറാനായി തുടങ്ങി. അങ്ങനെ സ്വാമിനാഥനും കുടുംബവും ബ്രിട്ടീഷ് സമൂഹത്തിൽ നിന്നും മാറി ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് വന്ന് താമസിക്കാനായി ആരംഭിച്ചു. കുട്ടികളെയും അദ്ദേഹം സർക്കാർ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനായി തുടങ്ങി. അവരുടെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോയി. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1920 ഡെലഹയുടെ ഭാര്യ ഡൊറോത്തി വീണ്ടും സിംഗപ്പെട്ടി, കടമ്പൂർ എന്നിവർക്കെതിരെ നിയമയുദ്ധം നടത്തി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു. അത്രയും കിട്ടിയില്ലെങ്കിലും ഒടുവിൽ ഡൊറോത്തിയുടെ അഭിഭാഷകൻ സ്റ്റാൻലി വാട്സ്വർത്ത് 60,000 രൂപ സിംഗപ്പെട്ടിയിൽ നിന്നും വാങ്ങി നൽകി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നു. ഡൊറോത്തി പിന്നീട് മറ്റൊരു കല്യാണം കഴിച്ച് തന്റെ മകനായ ആന്റണിക്കൊപ്പം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. ഇത്രയുമാണ് ഈ ബുക്കിൽ പറയുന്ന രണ്ടാമത്തെ കൊലക്കേസായ ക്ലെമന്റ് ഡെലഹെ വധക്കേസിന്റെ വിവരങ്ങൾ. ഇനിയാണ് ഈ നോവലിലെ അവസാന കൊലക്കേസ്, ലക്ഷ്മികാന്തൻ വധം. 2ാം ലോക മഹായുദ്ധം ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന സമയം. ജപ്പാൻ സൈന്യം സൗത്ത് ഏഷ്യയിലേക്കും ആൻഡമാനിലേക്കും ഇരമ്പി വന്നുകൊണ്ടിരിക്കുന്ന കാലം. ജപ്പാൻ സൈന്യത്തെ ഭയന്ന ബ്രിട്ടീഷുകാർ ആൻഡമാൻ ജയിലിൽ കഴിയുന്ന തടവുകാരെ മദ്രാസിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് മദ്രാസിലെ ജയിലിൽ തിരക്ക് കൂടാതിരിക്കാനായിട്ട് കാലാവധി എത്തി പുറത്തിറങ്ങാനായി നിൽക്കുന്നവരെയും ബ്രിട്ടീഷുകാർ സ്വതന്ത്രരാക്കുന്നു. ആ കൂട്ടത്തിൽ സ്വതന്ത്രനായി തിരിച്ചു വന്ന ഒരാളായിരുന്നു ലക്ഷ്മികാന്തൻ. വളരെ ദുരൂഹമായ ജീവിതമായിരുന്നു അയാളുടേത്. വളരുമ്പോൾ ഒരു ലോയർ ആവാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം അതിന് കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ധാരാളം വക്കീലന്മാരുമായിട്ട് അടുപ്പം പുലർത്തി. വക്കീലന്മാരുടെ ഏജന്റായി പ്രവർത്തിക്കാനായി തുടങ്ങി. അവർക്ക് കക്ഷിയെ തപ്പിയെടുത്ത് കൊടുക്കുക എന്നതാണ് അയാളുടെ ജോലി.
അവർക്കായി വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന പണിയും അദ്ദേഹം ഏറ്റെടുത്തു. അതേസമയം തന്നെ മദ്രാസിലുള്ള കുറ്റവാളികളുമായി അയാൾ അടുപ്പം പുലർത്താൻ തുടങ്ങി. ഇങ്ങനെ ലക്ഷ്മികാന്തന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹത്തെ എല്ലാവർക്കും ഭയമായി തുടങ്ങി. ആ ഭയം കൂട്ടാനുള്ള കാരണം അയാളുടെ പത്രപ്രവർത്തകൻ എന്ന ലേബലായിരുന്നു. അത് ശരിക്കും നേരായ രീതിയിൽ നേടിയെടുത്ത ലേബലൊന്നുമല്ല കേട്ടോ. ഒരു പത്രം തുടങ്ങാൻ അദ്ദേഹം പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിയമത്തിന്റെ തടസ്സങ്ങൾ കാരണം അതിന് കഴിയാതെ പോയി. ആ സമയത്താണ് അടച്ചിടുന്ന വക്കിലെത്തിയ ഡെയിലി എക്സ്പ്രസ് എന്ന പത്രം താൻ വാങ്ങിയതായിട്ട് വ്യാജരേഖ ഉണ്ടാക്കുന്നത്. ഇത് പുറത്തായതോടെ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ എത്തുന്നു. കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മികാന്തൻ 7 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. ജയിലിലേക്ക് അയാളെ മാറ്റുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും പിടിക്കപ്പെട്ട് ആൻഡമാൻ ജയിലിലേക്ക് കടത്തപ്പെടുന്നു. അവിടെയായിരുന്നു പിന്നീട് കുറച്ചുനാൾ കാരാഗ്രഹവാസം. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ജപ്പാൻ സൈനികരുടെ ആ ഒരു കാരണം കൊണ്ട് തന്നെ മോചിക്കപ്പെടുന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. അതിനുശേഷമുള്ള മദ്രാസ് തകർന്നു പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് മനുഷ്യർ. മലേഷ്യ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ജീവനും കൊണ്ട് മദ്രാസിലേക്ക് ഓടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ പൂത്ത കാശുകാരുമുണ്ട്. ആ സമയത്ത് ലക്ഷ്മികാന്തൻ അവരെയും പറ്റിച്ച് തന്റെ വാക്സാമർത്ഥ്യം കൊണ്ട് കാശുണ്ടാക്കി തുടങ്ങി. ഈ സമ്പന്നന്മാരിൽ ഭയം വളർത്തി അവരിൽ നിന്നും പണം കൊയ്യുക എന്ന എളുപ്പപ്പണി ലക്ഷ്മികാന്തൻ സ്വീകരിച്ചു. ഈ സമ്പന്നന്മാരെ ഓരോ സ്ത്രീകളുമായി ബന്ധിപ്പിച്ച് പിന്നീട് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നുള്ളതായി ലക്ഷ്മികാന്തന്റെ മെയിൻ ജോലി. ഈ സമയത്ത് 1940കളിലായിരുന്നു തമിഴ് സിനിമ മദ്രാസിൽ വളർന്നു വരാൻ തുടങ്ങിയത്. സിനിമാക്കാരൊക്കെ വലിയ വലിയ താരങ്ങളായി മാറുന്ന സമയം. കുടുംബ വിഷയങ്ങളെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ആ സിനിമകളിൽ സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളുടെ ആവശ്യകത ഏറെ വന്നതോടെ ദക്ഷിണേന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരെ സ്ത്രീകളൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിലേക്ക് ഒഴുകിയെത്താനായി തുടങ്ങി. ആ സമയത്ത് ആ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതായി ലക്ഷ്മികാന്തന്റെ മെയിൻ ജോലി. പക്ഷേ ഈ ഒരു സംഭവം തന്റെ ജീവൻ തന്നെ എടുക്കുമെന്ന് ലക്ഷ്മികാന്തന് അറിയില്ലായിരുന്നു. മദ്രാസ് സിനിമാ വ്യവസായത്തെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു ലക്ഷ്മികാന്തന്റെ കൊലപാതകം. ഇനി ലക്ഷ്മികാന്തന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാം. ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മികാന്തൻ സിനിമാ ദൂത് എന്ന പേരിൽ ഒരു മഞ്ഞ പത്രം തുടങ്ങുന്നത്. താരങ്ങളുടെ അണിയറ രഹസ്യങ്ങൾ, ഉന്നതരുടെ അവിഹിതങ്ങൾ, സിനിമയിൽ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീർ കഥകൾ, ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ്. ഈ പത്രം കാരണം ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായ നടിമാരും സിനിമയിലെ ഉന്നതരുമെല്ലാം ആ സമയത്തെ ഗവർണറെ കണ്ട് സങ്കടം പറഞ്ഞു. അങ്ങനെ 1944 ആയപ്പോൾ സിനിമാ ദൂത് എന്ന ഈ പത്രം പൂട്ടിക്കെട്ടാനായിട്ട് ഉത്തരവായി. പക്ഷേ ഇതുകൊണ്ടൊന്നും ലക്ഷ്മികാന്തനെ തളയ്ക്കാൻ സാധിച്ചില്ല. അയാളുടെ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നു. ആ സമയത്ത് അടച്ചിട്ട ഹിന്ദു നേഷൻ എന്ന പത്രം വിലയ്ക്ക് വാങ്ങുന്നു. വൻ തിമിംഗലങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ വരവ്. ആ സമയത്ത് സിനിമയിൽ കത്തി നിൽക്കുന്ന MK ത്യാഗരാജ ഭാഗവതർ, ഹാസ്യ നടൻ നാഗർകോവിൽ സുടലൈ മുത്തുകൃഷ്ണൻ എന്ന NS കൃഷ്ണൻ, കോയമ്പത്തൂരുകാരനായ നിർമ്മാതാവ് സംവിധായകനുമായ ശ്രീരാമുലു നായിഡു എന്നിവരായിരുന്നു അയാളുടെ മെയിൻ ഇരകൾ. ഇവരുമായി ബന്ധപ്പെട്ട ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ കുറച്ച് പൊലിപ്പിച്ച് അയാളുടെ പത്രത്തിൽ എഴുതി തുടങ്ങി. ഈ ത്യാഗരാജ ഭാഗവതർ ആയിരുന്നു തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ. അയാളെ കാണാനായി മാത്രം ആരാധന മൂത്ത് യുവതികൾ വീട് വിട്ട് മദ്രാസിലേക്ക് വന്നുകൊണ്ടിരുന്നു. തമിഴ് സിനിമ വ്യവസായത്തിൽ ആദ്യമായിട്ട് ഒരു മെഴ്സഡസ് ബെൻസ് സ്വന്തമാക്കിയ അതിസമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അഭിനയിച്ച ചിന്താമണിയിലെ നായികയായ സന്താനലക്ഷ്മിയെയും അദ്ദേഹത്തെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ ഈ ലക്ഷ്മികാന്തൻ തന്റെ പത്രത്തിൽ എഴുതി തുടങ്ങി. ഈ സമയത്ത് ലക്ഷ്മികാന്തനെതിരെ ഒരു വധശ്രമം ഉണ്ടാകുന്നു. ലക്ഷ്മികാന്തൻ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് വടിവേലു എന്ന ഒരാൾ ലക്ഷ്മികാന്തന്റെ കഴുത്തിന് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. ഹിന്ദു നേഷൻ പത്രത്തിലെ പ്രൂഫ് റീഡർ ആയിരുന്ന നാഗലിംഗമായിരുന്നു ഇത് വടിവേലുവിനെ ഏൽപ്പിച്ചത്. ലക്ഷ്മികാന്തനുമായി വഴക്കിലായിരുന്ന ആ ഒരു കാരണം കൊണ്ടാണ് നാഗലിംഗം ഈ ഒരു കൃത്യത്തിന് മുതിർന്നത്. കഴുത്തിലെ മുറിവ് മാരകമായിരുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇത് പോലീസ് കേസൊന്നും ആയില്ല. ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത മാസം 2ാമത്തെ ആക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ ലക്ഷ്മികാന്തനെ ആക്രമിച്ച അതേ വടിവേലുവാണ് ഇത്തവണയും അയാളെ ആക്രമിച്ചത്. ഇത്തവണ വയറിന്റെ ഇടതുഭാഗത്താണ് കുത്തേറ്റത്.
ചോര ഒലിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് നടന്ന ലക്ഷ്മികാന്തൻ ആ വഴിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി മൊഴി നൽകി. പിറ്റേന്ന് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി. വെളുപ്പിന് 4:15 മരിക്കുകയും ചെയ്തു. മരിക്കുന്ന സമയത്ത് ലക്ഷ്മികാന്തന്റെ പ്രായം 50 വയസ്സായിരുന്നു. ഇത്തവണ ഇത് കേസായി ക്രൈംബ്രാഞ്ച് അന്വേഷണവും തുടങ്ങി. കുത്തിയ വടിവേലുവിനെയും ആസൂത്രകനായ നാഗലിംഗത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നവംബർ 11 പോലീസിന്റെ കയ്യിൽ ഒരു എഴുത്ത് ലഭിക്കുന്നു. ലക്ഷ്മികാന്തനെ അവസാനിപ്പിച്ചുവെന്നും ഈ വാർത്ത പുറത്തറിയരുതെന്നുമായിരുന്നു അതിന്റെ ഉള്ളടക്കം. മേൽവിലാസം വെച്ച് ഇത് അയച്ച ആളിനെ പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ സൂപ്പർ സ്റ്റാർ MKT ഭാഗവതർ, ഹാസ്യനടൻ NS കൃഷ്ണൻ, നിർമ്മാതാവ് ശ്രീരാമുലു എന്നിവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇവരുടെ വിശ്വസ്തനാണ് കൊല നടത്തിയതെന്നും ഇവർ മൊഴി നൽകിയതോടെ കേസ് തിരിഞ്ഞു. വടിവേലുവാണ് കുത്തിയതെന്നാണല്ലോ ലക്ഷ്മികാന്തൻ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കേസ് നേരെ തിരിയുകയാണ്. ആ കൊലപാതക സ്ഥലത്ത് നിന്ന് ഓടി മറിഞ്ഞ ജയാനന്ദൻ എന്ന ആളെ അവിടെ ഒരു റിക്ഷാക്കാരൻ തിരിച്ചറിഞ്ഞിരുന്നു. അയാളെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ ആ സമയത്തെ നടി മാധുരിയുടെ ജ്യേഷ്ഠനായിരുന്നു. ജയാനന്ദൻ പറഞ്ഞത് തന്റെ സഹോദരിയായ മാധുരിയെക്കുറിച്ച് ലക്ഷ്മികാന്തൻ പല അനാവശ്യങ്ങളും എഴുതിയതിന്റെ പക അയാൾക്കുണ്ടായിരുന്നുവെന്നാണ്. ജയാനന്ദൻ പറയുന്നത് വടിവേലുവും മറ്റു ചിലരും ചേർന്ന് തന്നെ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയെന്നും അവിടുത്തെ മേക്കപ്പ് റൂമിൽ താൻ കാത്തിരുന്നപ്പോൾ ഭാഗവതരും കൃഷ്ണനും ചേർന്ന് അവിടെ വന്നുവെന്നും ലക്ഷ്മികാന്തനെ കൊന്നാൽ 2500 രൂപ നൽകാമെന്ന് ഭാഗവതർ ഉറപ്പു പറഞ്ഞുവെന്നുമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഭാഗവതരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഷൂട്ടിംഗ് സെറ്റിലായിരുന്ന കൃഷ്ണനെയും പോലീസ് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഭാഗവതരുടെ അറസ്റ്റിന്റെ വാർത്ത ആരാധകരെ ഞെട്ടിച്ചു. ഭാഗവതരും TR രാജകുമാരിയും ചേർന്ന് അഭിനയിച്ച അറസ്റ്റിന് 2 മാസം മുമ്പ് പുറത്തിറങ്ങിയ ഹരിദാസ് എന്ന ചലച്ചിത്രം അതിന്റെ ആഘാതത്തെ തുടർന്ന് തകർത്തോടിയത് 784 ദിവസമാണ്. തമിഴ് ഫിലിമിന്റെ ഹിസ്റ്ററിയിൽ ആ റെക്കോർഡ് 60 വർഷം നിലനിന്നു. 2005 പുറത്തിറങ്ങിയ രജനീകാന്ത് അഭിനയിച്ച ചന്ദ്രമുഖിയാണ് പിന്നീട് ഈ റെക്കോർഡ് തകർക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ വാദം ആരംഭിക്കുന്നുണ്ട്. സിനിമാ ദൂതിലും ഹിന്ദു നേഷനിലും ലക്ഷ്മികാന്തൻ ഭാഗവതർക്കെതിരെയും കൃഷ്ണനെതിരെയും പ്രസിദ്ധീകരിച്ച അപകീർത്തികരമായ ലേഖനങ്ങൾ, കുത്താൻ ഉപയോഗിച്ച കത്തി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഭാഗവതരുടെ കണക്ക് പുസ്തകം, അതായത് പലർക്കും പണം കൈമാറിയതിന്റെ തെളിവുകൾ, ഇവയെല്ലാം പോലീസ് തെളിവായി ശേഖരിക്കുന്നുണ്ട്. ജയാനന്ദനെ പോലീസ് മുമ്പ് മാപ്പുസാക്ഷിയാക്കിയതുകൊണ്ട് തന്നെ ജയാനന്ദൻ കോടതിയിൽ വന്ന് കുറ്റമേറ്റ് പറഞ്ഞ് പ്രതികളെ കോടതിയിൽ തിരിച്ചറിയുന്നുണ്ട്. കോടതി ഇതിനിടയിൽ ലക്ഷ്മികാന്തൻ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുടെ കേസ് ഷീറ്റ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മരണത്തിന് മുൻപ് ലക്ഷ്മികാന്തൻ ഡോക്ടർക്ക് കൊടുത്ത മൊഴിയിൽ വടിവേലുവിന്റെയോ നാഗലിംഗത്തിന്റെയോ പേര് പറയുന്നില്ല. ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ലക്ഷ്മികാന്തന്റെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായതാണ് മരണകാരണം. എന്നാൽ കത്തി കുത്തിയിറങ്ങിയ ഭാഗത്ത് പ്രധാനപ്പെട്ട ഇന്റേണൽ ഓർഗൻസ് ഒന്നുമില്ലാതെ ഇരുന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഡോക്ടറുടെ ഓപ്പറേഷനിടെ കൈപ്പിഴ സംഭവിച്ചതാണെന്നും പറയുന്നവരുണ്ട്. ഇതേസമയം പ്രതിഭാഗമാകട്ടെ മരണത്തെ നരഹത്യയായി മാത്രം കാണണമെന്നും കൊലപാതകമായി കാണരുതെന്നും മാത്രമാണ് അപേക്ഷിച്ചത്. ലക്ഷ്മികാന്തന് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥിരീകരിക്കാനും സാധിച്ചില്ല. വടിവേലു മുൻപും ലക്ഷ്മികാന്തനെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ കണ്ടിന്യൂഷനാണ് രണ്ടാമത്തെ ആക്രമണം എന്നുമുള്ള പ്രധാന വാദം തക്ക രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിഭാഗത്തിനായില്ല. അങ്ങനെ 1945 മെയ് 3 വിധി വന്നു. ലക്ഷ്മികാന്തൻ വധക്കേസിൽ സൂപ്പർ സ്റ്റാർ MKT ഭാഗവതർക്കും നടൻ കൃഷ്ണനും ജീവപര്യന്തം തടവ് ലഭിച്ചു. ഇരുവരും അപ്പീൽ പോയെങ്കിലും ഫലം കണ്ടില്ല. ജയിലിൽ ബുക്ക് ബൈൻഡിംഗ് വിഭാഗത്തിലായിരുന്നു ഇരുവരും ജോലി ചെയ്തത്. ഈ സമയത്ത് ഭാഗവതർ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാവാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത്. ജയിലിലായ ശേഷം ഭാഗവതർ പിന്നീട് പുറത്തിറങ്ങാൻ കാര്യമായ പരിശ്രമം നടത്തിയതായി കാണുന്നില്ല. എന്നാൽ കൂട്ടുപ്രതിയായ നടൻ കൃഷ്ണന്റെ ഭാര്യ നടി VA മധുരം നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രഗത്ഭനായ ബ്രിട്ടീഷ് അഭിഭാഷകൻ DN പ്രീറ്റ് ഇരുവർക്കും വേണ്ടി ഹാജരായി. വാദം കേട്ട ജസ്റ്റിസ് പ്രോസിക്യൂഷന്റെ തെളിവുകൾക്ക് അടിത്തറയില്ല എന്നാരോപിച്ച് പ്രതികളെ മോചിപ്പിക്കാൻ ഉത്തരവിടുന്നു. അങ്ങനെ MKT ഭാഗവതരും കൃഷ്ണനും പുറത്തിറങ്ങി. 1947 ഭാഗവതർ ജയിൽ മോചിതനാകുന്നതിന് മുൻപേ തന്നെ 12 ചിത്രങ്ങൾക്കായി കോൺട്രാക്ട് പറഞ്ഞിരുന്നു. ജയിലിൽ നിന്നും വന്ന ശേഷം രാജമുക്തി, ശ്യാമള, അമരകവി, ശിവഗാമി, പുതുവാഴ്വ് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചുവെങ്കിലും തിയേറ്ററിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല.
ഇങ്ങനെ പോകെ സിനിമയോടുള്ള ആ താല്പര്യം ഭാഗവതർക്ക് കുറഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഏറിയ പങ്കും കേസിന്റെ പുറകെ പോയി നഷ്ടപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹം പ്രശസ്തിയൊക്കെ കേവലം ഭ്രമം മാത്രമാണെന്ന് തിരിച്ചറിയുന്നു. പിന്നീട് സംഗീതം മാത്രമായി അദ്ദേഹത്തിന്റെ ജീവിതം. സൂപ്പർ സ്റ്റാർ എന്ന അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീത കച്ചേരികൾക്ക് വലിയ ആൾക്കൂട്ടമായിരുന്നു വന്നിരുന്നത്. CN അണ്ണാദുരൈ അദ്ദേഹത്തെ DMK-യിൽ ചേർക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവരുടെ ദൈവസങ്കല്പത്തിന് വിരുദ്ധമായ ആശയഗതികളോട് യോജിക്കാൻ സാധിക്കാത്തതിനാൽ ആ ക്ഷണം അദ്ദേഹം നിരസിച്ചു. തന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട അദ്ദേഹം പിന്നീട് ആത്മീയവും സ്വസ്ഥവുമായ മറ്റൊരു ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ശിഷ്ടജീവിതം സംഗീതവും ക്ഷേത്രങ്ങളുമൊക്കെയായി അദ്ദേഹം മാറ്റിവെച്ചു. ഇതിനിടെ അദ്ദേഹത്തിന് ഡയബറ്റീസും കടുത്ത രക്തസമ്മർദ്ദവും ബാധിക്കുന്നുണ്ട്. ഇൻസുലിനെ ആശ്രയിച്ചായി പിന്നീടുള്ള ജീവിതം. അങ്ങനെ അസുഖം കൂടിയ ത്യാഗരാജ ഭാഗവതർ 1959 നവംബർ 1 ആശുപത്രിയിൽ വെച്ച് അന്തരിക്കുന്നു. സൂപ്പർ സ്റ്റാർ MTK ഭാഗവതരിൽ നിന്നും സംഗീത കച്ചേരികളുടെ രാജാവായ ത്യാഗരാജ ഭാഗവതരിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ യാത്ര ഏവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ കേസ് കാരണം സൂപ്പർ സ്റ്റാർ എന്ന തന്റെ പദവിക്ക് ഊനം തട്ടിയെന്നല്ലാതെ അദ്ദേഹം ഒരിക്കലും അവഗണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഭാഗവതരുടെ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ആയിരങ്ങളാണ് വഴിയിലാകെ കാത്തുനിന്നത്. പിന്നീട് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് കൂട്ടുപ്രതിയായ കൃഷ്ണനും മരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മരണമടഞ്ഞുവെങ്കിലും ജനം അപ്പോഴും ചോദിക്കുന്നു, ആരായിരുന്നു ശരിക്കും ലക്ഷ്മികാന്തൻ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ആസൂത്രകൻ? അത് തെളിയാത്ത കേസായി തന്നെ അവശേഷിക്കുന്നു. അങ്ങനെ പല കാലഘട്ടങ്ങളിലായി മദ്രാസിനെ പിടിച്ചു കുലുക്കിയ 3 വ്യത്യസ്ത കൊലപാതകങ്ങളുടെ കഥ പറഞ്ഞ മർഡർ ഇൻ മദ്രാസ് എന്ന നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ നോവലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയുക. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, bye from Spoken Volumes.